എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാർച്ച് 31 മുമ്പായിട്ട് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം. 2026 നാം പ്രവേശിക്കുമ്പോൾ നിയമപരവും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായിട്ട് നികുതിയെ ലാഭിക്കാവുന്ന നിക്ഷേപങ്ങൾ, ELSS, അതോടൊപ്പം തന്നെ ടാക്സ് ഫ്രീ ബോണ്ടുകൾ എന്നിവയെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയും 2025-26 സാമ്പത്തിക വർഷം മാർച്ച് 31 അവസാനിക്കുന്നതിന് മുൻപായിട്ട് നികുതി സംബന്ധമായിട്ടുള്ള ബാധ്യതകൾ തീർപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. ബാങ്കിംഗ് മേഖലയിൽ ഈ KYC നടപടികൾ പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ ആധാർ പാൻ ലിങ്കിങ്, അതോടൊപ്പം തന്നെ 10 വർഷത്തിൽ ഒരിക്കലുള്ള ആധാർ വിവരങ്ങളുടെ പുതുക്കൽ എന്നിവയും ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടാതെ ഭൂനികുതിയും വസ്തുനികുതിയും കൃത്യസമയത്ത് അടയ്ക്കുവാനും ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയ പ്രധാന രേഖകളുടെ കാലാവധി കൃത്യമായി പരിശോധിച്ച് അവ പുതുക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. സൈബർ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മുടെ പാസ്വേഡുകളൊക്കെ തന്നെ മാറ്റുന്നതിനും 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനും മുൻഗണന നൽകേണ്ടതാണ്. വീട് നിർമ്മാണം, വാടക, മറ്റ് സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുത്തിയുള്ള കരാറുകളിലൊക്കെ തന്നെ ഏർപ്പെടുമ്പോൾ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകളും സമയപരിധിയും വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നത് ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പുതുവർഷത്തിൽ നിലവിൽ വരുന്ന കേന്ദ്ര സംസ്ഥാന നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതാണ്. സമാധാനപരവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു വർഷം ഉറപ്പാക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.